Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു കിട്ടുക്കാച്ച് അക്കൂറ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒക്കെ രാവിലെ തന്നെ പോയി ഇതാ നല്ല അക്കൂറ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്നും പറയണ്ട, ഞാൻ മംഗളത്തിന് പോകുന്നതൊന്നും വിചാരിച്ചേക്കല്ലേ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മീനും പിടിച്ച് തിന്നതാണ്. പിന്നെ നേരെ കിച്ചണിലേക്ക് വിട്ട് ഇതാ ഫുള്ള് ക്ലീനിങ് പരിപാടിയിലാണ്. പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഓരെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാൾ ഇങ്ങോട്ട് വന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ നമ്മളതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാനും വിചാരിച്ചങ്ങ് കട്ട് ചെയ്യട്ടെ എന്ന്, നമുക്ക് പിന്നെ കുക്കിംഗ് പരിപാടി നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഇത് നല്ല മൊഞ്ചിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. കാണുമ്പം തന്നെ മനസ്സിലാകുന്നില്ലേ നല്ല ഫ്രഷ് അക്കൂറയെന്ന്. അപ്പോൾ അത് കിട്ടിയാലാണ് നമുക്ക് നല്ല ബിരിയാണി വെക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെച്ചോക്കട്ടോ. അപ്പോൾ ഓരോ പീസ് ഇതാ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാം, നമുക്ക് വേണ്ട പീസ് മാറ്റി വെക്കാം ബിരിയാണിക്ക് വേണ്ടത്. ഇത് ഞാൻ ഷോർട്സിലിട്ടപ്പോൾ കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ടിട്ടുണ്ട് അതിന് ഇതിൻ്റെ റെസിപ്പി ഫുൾ വീഡിയോ കാണിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു അപ്പീലില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ കുറേ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അത് മസാലയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്, എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇതിൽ മസാലയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അക്കൂറ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു അരമണിക്കൂർ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളിതാ 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ലൈസായിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ അക്കൂറ ഫ്രൈ ആക്കി എടുക്കലാണ്. വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ആവേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ഒന്നും പേടിക്കേണ്ട, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ അക്കൂറ ഒരു സൈഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മുടെ മസാലയിലെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട്. എന്താ ലുക്ക് കണ്ട, ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളിത് കഴിക്കാൻ പാടില്ല, നമ്മളിത് മസാലയിലിടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതാ ഒരു 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളിതാ ഫിഷ് ഫ്രൈ ചെയ്ത പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി നമ്മുടെ സോഫ്റ്റായ ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമ്മളൊരു മീഡിയം സൈസ് 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടി സോഫ്റ്റായ ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഉപ്പ് നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചിട്ട് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. കൂടുതലായി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായി. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, 3 ഗ്ലാസ്. അപ്പോൾ ഞാനിതൊന്ന് നല്ലോണം കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല കണ്ടില്ലേ, തക്കാളിയെല്ലാം നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി അതും കുറച്ചിട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അതുകൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ബ്ലെൻഡായി കിട്ടിക്കോളും എല്ലാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ അക്കൂറൻ്റെ തലയും വാല് പോലത്തെ പീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്, ഒന്നും പറയണ്ട, പൊളി ടേസ്റ്റാണ് മക്കളെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. അതിനൊരു പാന് വെച്ചിട്ട് ഇതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുക. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ നമ്മുടെ ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്കയും ഒരു 4 ഗ്രാമ്പൂ, 2 പീസ് പട്ട, പിന്നെ കുറച്ച് വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളം കൂടിയ അരിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതാ അതിന് കണക്കായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്, ഒരു ഗ്ലാസ്സിനാണെങ്കിൽ 1.5 ഗ്ലാസ് വെച്ചിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇതാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായിട്ടില്ല. അതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പറായിട്ട് നമ്മുടെ നെയ്ച്ചോറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച മസാല കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതാ നമ്മൾ ദമ്മിട്ടെടുക്കലാണ്. അങ്ങനെ ഇതാ നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ച ഉള്ളിയും അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കാഷ്യൂനട്ടൊക്കെ അതൊക്കെ നമുക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്യുക. ഇതിലേക്ക് ഇതാ നമ്മൾ മാറ്റി വെച്ച ഫിഷ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഫുള്ളും നമ്മൾ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് മേലയിൽ വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ സെറ്റാക്കിയ ബിരിയാണിയാണ്. കണ്ടില്ലേ എന്താ മൊഞ്ചി, കറക്റ്റ് വെള്ളമെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയില്ലേ. ഒന്നും പറയേണ്ട പൊളി ടേസ്റ്റാണ് മക്കളെ. ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടോക്കെ. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ. ഇതുപോലൊരു പീസ് എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് മിക്സാക്കി കഴിക്കുമ്പോൾ ആ ഫീൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, ഒന്നൊന്നര ടേസ്റ്റാണ്. കുറച്ച് നിങ്ങളും എടുത്തോ. ഇതാ നമ്മൾ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.